ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യോക്കിന് ഒരു സെപ്പറേറ്റ് കളർ കൊടുത്തിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതൊരു സാധാരണ കുർത്തി തയ്ക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ആ യോക്ക് പാർട്ടിൻ്റെ അളവൊന്ന് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബേസിക് പാറ്റേൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കുർത്തിയിൽ യോക്ക് വയ്ക്കുമ്പോൾ നമുക്കത് പല ടൈപ്പിൽ വയ്ക്കാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് വേസ്റ്റ് ലൈൻ വരെ വയ്ക്കാം, അല്ലെങ്കിൽ ബേസ്റ്റ് ലൈൻ വരെ വയ്ക്കാം, അല്ലെങ്കിൽ ബേസ്റ്റിന് കുറച്ച് മുകളിലായിട്ടും വെച്ച് കൊടുക്കാം. സെപ്പറേറ്റ് കളർ ഒരു ക്ലോത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയെ തന്നെ രണ്ടായിട്ട് കാണിക്കും. അപ്പോൾ കുറച്ച് വണ്ണുള്ള ആൾക്കാരാണെങ്കിൽ ബേസ്റ്റിന് മേലെ കൊടുക്കുന്നതായിരിക്കും അവർക്കതൊരു ഭംഗി ഉണ്ടായിരിക്കുക. ഇവിടെ ഞാൻ ബേസ്റ്റ് ലൈനിന് മേലെ നിൽക്കുന്ന ഒരു യോക്ക് ടൈപ്പാണ് കാണിക്കുന്നത്. ഇവിടുത്തെ ബേസ്റ്റ് ലൈൻ 10.5 ഇഞ്ചിലാണ് വരുന്നത്, അതായത് ആ എപ്പെക്സ് പോയിന്റ്. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ടേപ്പ് പിടിക്കുമ്പോൾ നമ്മുടെ ആ ബേസ്റ്റിൽ വരുന്ന ആ ഒരു ഭാഗമാണ്. ഇവിടെ ബേസ്റ്റ് ലൈൻ 10.5-ലാണ് വരുന്നത്, അതുകൊണ്ട് ഞാൻ 2 ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ട് 8.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതാ ഇവിടെ 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു, ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഇവിടുത്തെ യോക്കിൻ്റെ അളവെന്ന് പറയുന്നത് ഇതാ ഇത്രയും ഭാഗമാണ്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ യോക്ക് പാർട്ട് വെച്ചിട്ട് തുണിയിലോട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്തു. ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 1/2 ഇഞ്ച് തന്നെ, മേലെയും 1/2 ഇഞ്ച് തന്നെ. ഞാനിവിടെ ഫ്രണ്ടിലും ബാക്കിലും ഇത് വെക്കുന്നുണ്ട്, അതുകൊണ്ട് 2 പീസ് തുണിയിലോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പാറ്റേണിൻ്റെ ബാക്കി ഭാഗം വെച്ച് കൊടുക്കുക. ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ 1.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാറ്റേണിൽ ഹിപ്പ് ലൈൻ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇതിരിക്കുക. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതിൻ്റെ നല്ല വശത്ത് ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ച് കൊടുക്കുക. 1/2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിനനുസരിച്ച് തയ്ച്ചു പോവുക. ഇതുപോലെ നമ്മൾ പിൻ ചെയ്തിട്ട് തയ്ക്കുകയാണെങ്കിൽ നമുക്കത് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ്. തയ്ച്ചെടുത്തു. ഇനി നമുക്കിതിനൊന്ന് പതിച്ചടിക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഈ തയ്യൽ തുമ്പിനെ താഴേക്ക് ആക്കി വെച്ചു. എന്നിട്ട് ഇതാ ഈ റോസ് കളർ തുണിയിലാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ക്യാൻവാസ് 2ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. 4 ഇഞ്ചാണ് ഞാൻ നെക്ക് വിഡ്ത്തായിട്ട് എടുത്തിരിക്കുന്നത്. 7.5 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൽ 1/2 ഇഞ്ച് ഷോൾഡറിനോട് കൂടി പോകും. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ 7 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഷേപ്പാണ് ഞാൻ വരച്ചെടുത്തിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് വി അല്ല, ഒരു കർവി വി പോലെയുള്ള ഒരു ഷേപ്പാണ്. ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചാണ് ഞാൻ വരച്ചത്. ഇതാ ഇത്രയും പോർഷൻ ഇങ്ങനെ വരച്ചു. പിന്നെ കുറച്ച് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഇതാ ഈ ഒരു ഭാഗം വരച്ചെടുത്തു. ഇങ്ങോട്ട് 3/4 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാ ഈ ഒരു നെക്ക് ഫുള്ളായിട്ട് 3/4 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലും നല്ല നീറ്റായിട്ട് തന്നെ ഈ നെക്ക് ഇരിക്കും. ഇനി നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഉള്ളിൽ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു പീസ് നിർത്തിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് അയൺ ചെയ്യുമ്പോൾ നെക്ക് വിഡ്ത്ത് വ്യത്യാസം വരാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ബാക്ക് നെക്കിന് 5.5 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ച് വിഡ്ത്തുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 1/2 ഇഞ്ച് ഷോൾഡറിന് കൂടെ പോവും. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്ക് പോലെ തന്നെ ഒരു കർവി വി ആണ് കൊടുത്തിരിക്കുന്നത്. 2 നെക്കും നമ്മളിതാ സ്റ്റിക്ക് ചെയ്തെടുത്തു. ഈ സൈഡ് ഭാഗം ഒന്ന് തയ്ച്ചെടുത്തു. എന്നിട്ട് ഇതാ ഇത് ഫ്രണ്ട് പോർഷൻ്റെ നല്ല ഭാഗമാണ്. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ നെക്കിനെ വെച്ച് കൊടുത്തു. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു. ഇതേ കണ്ടോ, ക്യാൻവാസ് ആണ് മുകളിലിരിക്കുന്നത്. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് താഴേക്ക് തയ്ക്കുക ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിൻ ചെയ്ത് കൊടുത്താൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ ഇരിക്കും.
നമ്മളിതാ 2 നെക്കും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതാ ഇവിടെയൊക്കെ കട്ട്സ് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതാ ഈ തയ്യൽ തുമ്പിനെ ഇങ്ങോട്ട് വെച്ചിട്ട്, അതായത് ക്യാൻവാസിലേക്ക് വെച്ചിട്ട് ഇതാ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ പോവാണ്. ബാക്കും ഫ്രണ്ടും ക്യാൻവാസിൽ നമ്മൾ പതിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഫ്രണ്ട് പീസാണ്. അതിൻ്റെ ക്യാൻവാസിനെ ഇതാ ഇങ്ങനെയൊന്ന് പിടിച്ചു കൊടുക്കുക. ഇത് ബാക്ക് പീസാണ്. അതിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഇതിൻ്റെ ക്യാൻവാസിന് ഇങ്ങനെ ചേർത്ത് പിടിക്കുക, ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതാണ് നമ്മളിവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടുണ്ടായിരുന്നു, അതിലൂടെ തയ്ച്ചു കൊടുക്കുക. അതാണ് ഒരു മെത്തേഡ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതാ ഈ 2 ഷോൾഡറുകളെ തമ്മിൽ ഇങ്ങനെ ഒപ്പം പിടിക്കുക. അപ്പോൾ അതിൻ്റെ ഈ 2 സ്റ്റിച്ചിങ്ങുകൾ ഒപ്പം വരാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പെടുത്ത് തയ്ക്കുക. ഷോൾഡറിൽ എപ്പോഴും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാറുണ്ട്. കണ്ടോ, നമുക്ക് ആ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് കിട്ടി. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഹാൻഡ് ഹെമ്മിങ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ പതിച്ചടിക്കാനുള്ള കാരണം ഇതാ ഇവിടെ ഒരു എക്സ്ട്രാ സ്റ്റിച്ചിങ് വേണ്ട എന്ന് വെച്ചിട്ടാണ്. ഈ ഒരു തുണിയിൽ ഇവിടെ ഒരു എക്സ്ട്രാ സ്റ്റിച്ചിങ് വരികയാണെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. ഇതാ നമ്മളിവിടെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് ഹെമ്മിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നതിനേക്കാളും ഭംഗി ഈ ഒരു തുണിക്ക് ഹാൻഡ് ഹെമ്മിങ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ യോക്ക് കുർത്തിക്ക് വേറെ പ്രത്യേകതകളൊന്നുമില്ല. ഈ യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു അളവ് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സാധാരണ കുർത്തി തയ്ക്കുന്ന പോലെ തന്നെയാണ്. സാധാരണ സ്ലീവ് ജോയിൻ ചെയ്യുന്നത് പോലെ ചെയ്യുക, സ്ലിറ്റ് തയ്ക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. എപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ട് ബോറടിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. കൂടാതെ ഇതിൻ്റെ ഒരു ഫിനിഷ്ഡ് ലുക്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.